ഇവിടെ നിൽക്കി അങ്ങനെ അങ്ങ് പോയാലോ. ഞാൻ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല തടി ഉണ്ടായിരുന്നു, നല്ല എണ്ണം ഉണ്ടായിരുന്നു. ഒരുപാട് ബോഡി ഷേമിങ്ങും ഒരുപാട് കളിയാക്കലും എല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഈ നാട്ടുകാർ കാണട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസൊക്കെ ഇടും. അപ്പോൾ കാണുമ്പോൾ ഓരോ ആൾക്കാർ ചോദിക്കും, എങ്ങനെയാണ് തടി കുറച്ചത്, എങ്ങനെയാണ് വണ്ണം കുറച്ചത്, എന്ത് ചെയ്തു. ബന്ധുക്കളായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഒരുപാട് പേര് ചോദിക്കും. അപ്പോൾ ഉള്ളതിനേക്കാളും ഇപ്പോഴാണ് ഒരുപാട് സന്തോഷം തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ തടിയൊക്കെ കുറച്ച് 113 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു സീക്രട്ട്. നമ്മുടെ അച്ചായൻ്റെ സീക്രട്ട് 113 സ്റ്റാർട്ട് ചെയ്തതാണ്. എന്താ പറയുക, അപ്പോഴത്തെക്കാളും ഇപ്പോഴാണ് ഒരുപാട് സന്തോഷം തോന്നുന്നത്. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മടിച്ച് നിൽക്കുന്ന ആൾക്കാർ, പിന്നെ ഒരുപാട് പേര് അച്ചായൻ്റെ സീക്രട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ചെയ്യണോ വേണ്ടേ എന്ന് മടിച്ച് നിൽക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ധൈര്യത്തോടെ സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടും. ഒരുപാട് പേര് നമ്മുടെ അച്ചായൻ്റെ സീക്രട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം അച്ചായൻ തന്നെയാണ്. എത്ര ഗ്ലാമറായിട്ടുണ്ട്, നല്ല മൊഞ്ചനായിട്ടിരിക്കുന്നു നമ്മുടെ അച്ചായൻ്റെ സീക്രട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ, അങ്ങനെ മാറും. അപ്പം മടിച്ച് നിൽക്കുന്ന ആൾക്കാരോട് ഒന്നും നോക്കണ്ട, ഓടിച്ചാടി കയറി വന്നോ. നമുക്ക് ഒരുമിച്ച് ആ ഒരു യാത്രയിൽ മുമ്പോട്ട് പോകാം. എങ്ങനെ പൊളിക്കുമല്ലോ, തകർക്കും. മടിച്ച് നിൽക്കണ്ട, ഓടിവാ ചാടിവാ, ഓടിച്ചാടി കയറി വാ.